അനുഗ്രഹപ്രദമായ ഈ രാത്രിയിൽ നമുക്കൊന്നു ചേർന്ന് ദൈവത്തോട് ആരാധിക്കാം, പ്രാർത്ഥിക്കാം, സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ ജീവിതാവസ്ഥകൾ, നമ്മുടെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ എല്ലാം കർത്താവിനോട് ചേർത്ത് വയ്ക്കാം. ഒന്ന് ചേർന്ന് നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കാം, ആരാധിക്കാം. നമ്മളെ സഹായിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന, കൂടെ നടക്കുന്ന ദൈവത്തോട് നമുക്ക് യാചിക്കാം. രാത്രി ദൈവം നമ്മെ സന്ദർശിക്കുന്ന രാത്രിയാകട്ടെ. നമ്മുടെ ജീവിതത്തെ അനുഗ്രഹപ്രദമാകട്ടെ. നമ്മുടെ രോഗങ്ങൾ അവിടുന്ന് സൗഖ്യപ്പെടുത്തട്ടെ. നമുക്ക് അവിടുന്ന് ശക്തി നൽകട്ടെ. ദൈവത്തോട് ചേർന്ന് നമുക്ക് ആരാധിക്കാം, മഹത്വപ്പെടുത്താം, നന്ദി പറയാം. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശു
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാം എവിടെയായിരുന്നാലും ഈ നിമിഷം നമ്മുടെ മുൻപിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോയിലേക്ക് നോക്കാം. ഈ രാത്രിയിൽ കർത്താവ് നമ്മോട് കൂടെ, അവിടുത്തെ നമുക്ക് നമ്മുടെ കണ്ണുകൾ തുറന്ന് ഹൃദയം സ്വതന്ത്രമാക്കി കർത്താവിലേക്ക് നോക്കാം. കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. കർത്താവേ, ഞങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത അങ്ങിലേക്ക് നോക്കിക്കൊണ്ട് ഞങ്ങളിതാ വീണ്ടും അവിടുത്തെ ആരാധിക്കുവാൻ വന്നിരിക്കുകയാണ്. ആരാധ്യനായ ദൈവമേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. ആരാധ്യൻ യേശുപരാ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. യേശുവേ, ഞങ്ങൾ ഒന്ന് ചേർന്ന് ഈ സായം സന്ധ്യയിൽ അവിടുത്തെ ആരാധിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതം മുഴുവനും ആരാധനയായി മാറുന്നു. ഞങ്ങളുടെ കുടുംബം, മക്കൾ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങളെല്ലാം ഈ ആരാധനയോട് ചേർത്ത് വയ്ക്കുകയാണ്. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ആരാധ്യനായ പിതാവേ, ആരാധനായ പുത്രൻ, ആരാധനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ആരാധ്യൻ ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറയുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയാണ്. ഈ രാത്രിയിൽ നമ്മുടെ ഭയങ്ങൾ മുഴുവനും കർത്താവിലേക്ക് നമുക്ക് ഫലമേൽപ്പിക്കാം. കർത്താവ് നമ്മളെ കൈവിടില്ല, അവൻ നമ്മോട് കൂടെയുണ്ട്. ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് ആശ്വസിപ്പിക്കുന്ന ഈ ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കാം. ആരാധ്യൻ ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ഒരിക്കലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന വചനത്തിലൂടെ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ, ഞങ്ങൾ ഒന്ന് ചേർന്ന് ആരാധിക്കുകയാണ്. ഒരിക്കലും മറക്കാത്ത അവിടുത്തെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ ഈ രാത്രിയിൽ കുടുംബം ഒന്നിച്ച്, എൻ്റെ ജീവിതം ഒന്നിച്ച് ഞാൻ ആരാധിക്കുകയാണ്. കർത്താവേ, നീ ഞങ്ങളെ ഒരിക്കലും മറക്കുകയില്ലല്ലോ. ആരാധ്യനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ
അവിടുത്തെ അചഞ്ചലമായ സ്നേഹം എന്നെ ഒരിക്കലും വേറെ പിരിയുകയില്ല. കർത്താവേ, നിന്റെ സ്നേഹം അചഞ്ചലമാണ്. എന്നെ പിരിയാത്ത നിന്റെ സ്നേഹത്തെ ഓർത്ത് ഞാൻ ഈ രാത്രിയിൽ കുടുംബത്തോട് ചേർന്ന്, മക്കളോട് ചേർന്ന്, എൻ്റെ സങ്കടങ്ങളും വേദനകളോടും ചേർന്ന് ഞാൻ ആരാധിക്കുകയാണ്. ആരാധ്യനായ പിതാവേ, ആരാധിക്കുന്നു. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹം, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. കർത്താവേ, ഈ സ്നേഹത്താൽ നീ എന്നെ പൊതിഞ്ഞു പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഈ രാത്രിയിൽ അവിടുത്തെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒന്ന് ചേർന്ന് ഈ രാത്രിയിൽ സകലതും മറന്ന് നിന്നെ ആരാധിക്കുന്നു. കർത്താവേ, ആരാധനായ പുത്ര, നിനക്ക് ആരാധന. ആരാധ്യൻ ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ഞങ്ങൾക്കെന്നും സഹായകനായി ഞങ്ങളുടെ കൂടെ ആത്മാവിനെ വർഷിച്ച ദൈവമേ, ഞങ്ങൾ ഈ രാത്രിയിൽ എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഞങ്ങൾ ആരാധിക്കുകയാണ്. ആരാധ്യനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. നമ്മെ തന്നെ ശാന്തമാക്കി യേശുവിലേക്ക് നോക്കാം. ഓർക്കുക പ്രിയരെ, ഈ ലോകത്തിൽ നമ്മെ സ്നേഹിക്കുവാൻ നമ്മുടെ കർത്താവല്ലാതെ ആരുമില്ല. നമ്മുടെ സങ്കടങ്ങളിൽ, വേദനകളിൽ, ദുഃഖങ്ങളിൽ അവൻ നമ്മോടൊപ്പമുണ്ട്. നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം. അവനിലേക്ക് നോക്കാം. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അവൻ എന്നെ അറിഞ്ഞു, എന്നെ വേർതിരിച്ചു മാറ്റി നിർത്തി. എൻ്റെ രൂപവും ഭാവവും അവനറിയാം. സങ്കീർത്തനങ്ങളിലൂടെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്, എൻ്റെ മനസ്സിൽ ഒരു ചിന്തവനായി അവൻ തിരിച്ചറിയും. ഞാൻ സംസാരിക്കുന്നതിന് മുമ്പേ അവനത് മനസ്സിലാക്കുന്നു. എന്നെ പൂർണ്ണമായി അറിയുന്ന ഒരു ദൈവം. പ്രിയ മകനെ, മകളെ, ഞാൻ കടന്നു പോകുന്ന സങ്കടങ്ങൾ, വേദനകൾ അവനറിയാം. നിത്യമായ സ്നേഹത്താൽ അവനെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വർഗം വിട്ട് ഭൂമിയിൽ നമ്മെ സ്നേഹിക്കാൻ ഇതാ ഈ രാത്രിയിൽ ആ സ്നേഹം നൽകുവാൻ അവൻ എത്തിയിരിക്കുകയാണ്. ഈ കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ സങ്കടങ്ങൾ ഇറക്കി വെക്കാം, നമ്മുടെ ദുഃഖങ്ങൾ ഇറക്കി വെക്കാം, ഭാരങ്ങൾ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ വേദനയുടെ വിഷയങ്ങൾ പങ്കുവയ്ക്കാം. ഇതാ അവൻ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ അടുത്തുണ്ട്, നമ്മെ കാണുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തോട് അവൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിത്യമായ സ്നേഹത്താൽ അവൻ നമ്മെ പൊതിഞ്ഞു പിടിക്കുകയാണ്. ഈ ഗാനത്തോട് ചേരുമ്പോൾ അവൻ്റെ സ്നേഹം നമ്മെ പുണരട്ടെ, ആ സ്നേഹത്താൽ നമ്മൾ നിറയപ്പെടട്ടെ. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നവനാണ്. നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ
ലോകത്തിൽ ആരൊക്കെ ഉപേക്ഷിച്ചാലും തള്ളിക്കളഞ്ഞാലും എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരിക്കലും എന്നെ കൈവിടാത്ത ദൈവം. അവൻ എനിക്ക് വേണ്ടിയാണ് ഈ ഭൂമിയിൽ വന്നത്. എനിക്ക് വേണ്ടിയാണ്, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് കുരിശിൽ മരിച്ചത്. എനിക്ക് വേണ്ടിയാണ് അവൻ അപ്പമായത്. എനിക്ക് വേണ്ടിയാണ് അവൻ ഇതാ ഈ ആൾത്താരയിൽ ഇറങ്ങി വന്നത്. ഈ ദൈവത്തിൻ്റെ സ്നേഹത്തോട് ചേർത്ത് ഇത് അനുഭവിക്കുവാൻ കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. നിത്യരക്ഷയാ എന്നെ രക്ഷിച്ചു. ഏകരക്ഷകൻ യേശുവിനാ, ലോകരക്ഷകൻ യേശുവിനാ, യേശുവിനാ, ലോകരക്ഷകൻ യേശുവിനാ. നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു. അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ, അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ, ലോകം നൽകിടും സ്നേഹത്തേക്കാൾ. പ്രിയരെ, ഓർക്കുക, അമ്മയെക്കാളും അപ്പനേക്കാളും ഈ ലോകത്തിൽ മറ്റാരെയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നവനാണ്. എൻ്റെ ഇരിപ്പും നിൽപ്പും കിടപ്പും വിചാരങ്ങളും അവൻ അറിയുന്നു. പിന്നെ എന്താണ് ഞാൻ സങ്കടപ്പെടുന്നതിൻ്റെ കാരണം, വേദനിക്കുന്നതിൻ്റെ കാരണം? കർത്താവിൽ നിന്നും എൻ്റെ നയനങ്ങൾ അകലുന്നതനുസരിച്ച് സങ്കടങ്ങൾ ഏറുകയല്ല. ഓർക്കുക, നമ്മോട് കൂടെയുള്ള സ്നേഹിക്കുന്ന ഒരു ദൈവം, ഞാൻ വിളിച്ചാൽ എൻ്റെ വിളി കേൾക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഈ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാൻ. കർത്താവിനോട് നമുക്ക് ഹൃദയം കൊണ്ട് സംസാരിക്കാം. നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ, ആരും മനസ്സിലാക്കാത്ത വേദനകൾ കർത്താവുമായി പങ്കുവയ്ക്കാം. കർത്താവേ, എനിക്കാരുമില്ല. ഞാൻ കടന്നു പോകുന്ന വേദനകളിൽ, രോഗങ്ങളിൽ, സങ്കടങ്ങളിൽ, ആവശ്യങ്ങളിൽ എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല. കർത്താവേ, നീ അല്ലാതെ ആരാണ് എനിക്ക് ആശ്രയം? ഈ കർത്താവിൻ്റെ മുൻപിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുക. ഓർക്കുക പ്രിയരെ, അപ്പോസ്തലന്മാർ ജീവിതത്തിൻ്റെ നിരാശയിൽ, സങ്കടങ്ങളിൽ, ഏകാന്തതയിൽ, ദുഃഖങ്ങളിൽ, ഭാരങ്ങളിൽ അവർ കർത്താവിനെ ആരാധിച്ചു, മഹത്വപ്പെടുത്തി, നന്ദി പറഞ്ഞു. പൗലോസും സീലാസും കാരാഗൃഹത്തിൻ്റെ ഇരുണ്ട അറയിൽ കൈവിലങ്ങുകളാൽ, കാൽവിലങ്ങുകളാൽ ആയിരിക്കുമ്പോൾ അവർ ആരാധിച്ചു. അവർ ആരാധിച്ചപ്പോൾ അവരുടെ സങ്കടങ്ങൾ മാറി, ദുഃഖങ്ങൾ വിട്ടുപോയി, ചങ്ങലകൾ പൊട്ടി തകർക്കപ്പെട്ടു. അവർ സ്വതന്ത്രരായി. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളും, എല്ലാ നിരാശകളും ഇപ്പോൾ ഈ സമയം കർത്താവിനെ കൊടുത്തുകൊണ്ട് ആരാധിക്കുക. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആരാധിക്കുക. അപ്പോസ്തലന്മാരോട് കൂടെ നമ്മൾ ആരാധിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ ആരാധിക്കണം.
ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ദിവ്യകാരുണ്യേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ദിവ്യകാരുണ്യേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. പാപവിമോചകനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. പാപവിമോചകനെ ആരാധിക്കുന്നേ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ നമ്മെ അനുഗ്രഹിച്ച കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിച്ച് നമുക്ക് രാത്രിയിൽ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയേ ആരാധ്യനേ, ഈശോയേ പരിശുദ്ധനേ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ. എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ. എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ. എന്നുമെന്നും അങ്ങേക്കാരാധന.